ഹലോ വെൽക്കം ബാക്ക് ടു ഫൈഹാസ് റെസിപ്പി. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചിക്കൻ റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ചൊരു അധികം ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊണ്ട് ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു ഫഹമാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ പെരി പെരി ചിക്കൻ ഫഹം എന്ന് പറയും. അപ്പോൾ ഞാനിത് വളരെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാക്സിമം നല്ല ടേസ്റ്റോട് കൂടെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു രീതിയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ചിക്കന് തയ്യാറാക്കിയെടുത്തുള്ളത് ഓവനിലാണ്. നിങ്ങൾക്ക് ഫഹം വേണമെങ്കിൽ ഇതുപോലെ ഗ്രില്ലെല്ലാം വെച്ച് കണലെല്ലാം വെച്ചിട്ട് സാധാരണ രീതിയിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനു വേണ്ടി ഞാൻ ഇതുപോലെ ഒരു ഫുൾ ചിക്കൻ നടു കട്ട് ചെയ്ത് ഇതുപോലെ തോലോട് കൂടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തോല് വേണമെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. തോലോട് കൂടെ എടുത്ത് ചിക്കൻ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് എല്ലായിടത്തും നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. ഇനി ഇത് നമുക്കൊരു മറ്റു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നമുക്കിതിലോട്ടുള്ള മെയിൻ മാരിനേഷനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു മിക്സിയിലെ ജാറിലോട്ട് ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ അര സവാള മതി. എൻ്റെ സവാള അവിടെ ചെറുതായതുകൊണ്ട് ഞാൻ ഒരു സവാള എടുക്കുന്നുണ്ട്. അത് ഇതുപോലെ 4 പീസാക്കി ഇട്ട് കൊടുക്കുക. ഒരു മാഗി ക്യൂബ് വേണം. പിന്നെ ഇതിലോട്ട് ഒരു 12ഓളം ചുവന്ന മുളക് വേണം. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി വേണം. 1 ടീസ്പൂണോളം അറബിക് സ്പൈസസ് വേണം. ഒരു നുള്ളു വലിയ ജീരകം, ഒരു 1/4 ടീസ്പൂണോളം പച്ചമല്ലി, ഒരു 3/4 ടീസ്പൂണോളം ചാറ്റ് മസാല ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒരു അര ടീസ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡർ വേണം. ഒരു നുള്ളു ഡ്രൈ പാസ്ലി ലീവ്സ് അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. അതുപോലെ അര ടീസ്പൂണോളം ഡ്രൈ കസൂരി മേത്തി. പിന്നെ ഞാനിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ ഞാനിതിലോട്ട് ഒരു 2 ടീസ്പൂണോളം വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് വേണ്ട, ഒരു 1/4 കപ്പിനോട് അടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലോട്ട് ഒരു 1/4 കപ്പ് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഒരു നുള്ളു ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂണോളം സോയാ സോസ്, പിന്നെ ഈ ഒരു മാരിനേഷനിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ഫുഡ് കളർ ഓപ്ഷണലാണ്, ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പെരി പെരി ചിക്കൻ ഫഹത്തിലോട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു മസാല നമ്മൾ നേരത്തെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തേച്ച് നന്നായിട്ട് റെഡിയാക്കി വെച്ച് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഏകദേശം ഒരു 3 മുതൽ 2 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 3 മണിക്കൂറോളം ഇതിനെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് മസാല എല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ, അൺസോൾട്ടഡ് ബട്ടറാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, നമ്മുടെ കാശ്മീരി ചില്ലി ഒന്ന് പൊടിച്ചെടുത്തതാണ്, ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് പുതിന ഇല ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നാക്കി മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ മുകളിൽ ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ചിക്കൻ ആദ്യം നമ്മുടെ ഒരു ഗ്രിൽ സ്റ്റാൻഡിലോട്ട് വെക്കണം. ആ ഗ്രിൽ സ്റ്റാൻഡിലോട്ട് വെക്കുന്നതിന് മുമ്പ് ഗ്രിൽ സ്റ്റാൻഡ് ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ബട്ടർ മിക്സ്ചർ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ബ്രഷ് ചെയ്ത് കൊടുക്കുന്നതിന് നിങ്ങൾക്ക് കൈ വെച്ച് വേണമെങ്കിലും ചെയ്തെടുക്കാം. എല്ലായിടത്തും നല്ലതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടി ടൈമായി. ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഓവൺ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ചിക്കന് 250-ൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതേ ഡിഗ്രി സെൽഷ്യസിൽ ഒരു 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി പ്രീ ഹീറ്റായ ഓവണിലോട്ട് നമുക്ക് ചിക്കൻ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 45 മിനിറ്റോളം ആയിട്ടുണ്ട്. ചിക്കൻ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മുടെ പെരി പെരി ഫഹം ചിക്കൻ. വളരെ ടേസ്റ്റിയാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ ടേസ്റ്റിയാണ്, നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഞാനിതിലോട്ട് എരിവിന് വേണ്ടി ആകെ ആ ഒരു കാശ്മീരി ഉണക്കമുളകും അതുപോലെ കുരുമുളക് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ. പച്ചമുളകൊന്നും എടുത്തിട്ടില്ല. എങ്കിൽ പോലും നല്ല അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുബൂസിൻ്റെ കൂടെ അല്ലെങ്കിൽ മന്തി റൈസിൻ്റെ കൂടെ ഒക്കെ നമുക്കിത് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഞാൻ 2 ഡിപ്പും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഹുമ്മൂസും തയ്യാറാക്കിയിട്ടുണ്ട്, ഗാർലിക് സോസും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അതുപോലെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.